അപ്പോൾ സ്റ്റേജിൽ കവിത ചൊല്ലിയ ആൾക്കാരെ ഞാനും ഒരാൾ പി കുഞ്ഞിരാമൻ മഹാകവി പി എന്ന് പറയുന്ന അന്ന് ജി പി എന്നൊക്കെയല്ലോ. അത് അത്രയും വലിയ തുകയായിരുന്നു അന്ന്, 1,00,000 അതിൻ്റെ. അപ്പം ഞാൻ ജിയോട് പറയുമ്പോൾ ജി പറഞ്ഞു, ഒരിക്കൽ മെയ്തിൽ നിന്നും അത് കിട്ടും. അത് ഞാനത് ഒരു തമാശയായിട്ട് കണക്കാക്കില്ല. ഐ വാസ് നോ വെയർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ശാസ്ത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ, യന്ത്രം, ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ഏറ്റവും സിംപ്ലിസിറ്റി ഉള്ള ഒരു ഫോർമുലയെ പറ്റി പറഞ്ഞു. ഇതിനെപ്പറ്റിയൊക്കെ ഒന്നുകൂടി വിശദീകരിക്കാമോ? ഈ ഓർഡിനറി അല്ലാതിരിക്കുക ശാസ്ത്രം. അല്ല, ഓർഡിനറി തന്നെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി കാണാൻ പറ്റും. അത് കാണാൻ പറ്റണം. ഒരു ഗ്ലാസ് പറഞ്ഞാൽ അവഗണിക്കാൻ പറ്റും. ഗ്ലാസ് പറയുന്നത്, ഈ ഗ്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാളും എത്ര ആശ്ചര്യകരമായൊരു സാധനമാണ്. എനിക്ക് എൻ്റെ ആ ഗ്ലാസ്സിലുള്ള ആശ്ചര്യം എന്നില്ലല്ലോ എനിക്ക് തോന്നി. ആ വേറെ മനുഷ്യനൊക്കെ ഗ്ലാസ് നോക്കാതെ ആ ഒരു ഐഡിയ എങ്ങനെ വന്നു, ഈ ഗ്ലാസ് എന്നുള്ള ആശയം എങ്ങനെ വന്നു, അതൊരു കവിതയാണ്, അതൊരു ആവിഷ്കാരമാണ്. ഈ ഗ്ലാസ്, അതായത് നമ്മൾ പഴയ നമ്മുടെ കുലപൂർവികന്മാർ വല്ല തടാകത്തിലോ പുഴയിലോ ഒക്കെ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കുമ്പിളിൽ വെള്ളം എടുത്ത് അപ്പോഴേക്കും ഇങ്ങനെ ഇതിങ്ങനെ തങ്ങി നിൽക്കാൻ പറ്റുമല്ലേ എന്ന് ആ ചിന്തയുണ്ടാവുന്നു. അപ്പം ഈ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ നിന്നാണ് അപ്പോൾ ജലം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു സ്ഥലത്ത്. വി ക്യാൻ ക്യാരി വാട്ടർ ടു അനദർ പ്ലേസ് വിത്ത് ദ യൂസ് ഓഫ് സംതിങ്. അങ്ങനെ ഗ്ലാസ് പോലുള്ളൊരു പാത്രത്തിൻ്റെ അവനുണ്ടാക്കി നോക്കുന്നു, വാട്ട് എവർ ഇറ്റ് വർക്ക്സ്. അതൊരു അത്ഭുതമാണ്. നിങ്ങൾ ഈ റൂമിൽ കാണുന്ന എല്ലാ സാധാരണ വസ്തുക്കളും ഓരോ ആശ്ചര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റും. സാധാരണതയ്ക്ക് പിന്നിൽ അസാധാരണത, അത് സെന്നിൽ വളരെയധികം വരുന്നുണ്ട്. അതിലെന്ത് അത്ഭുതം ചോദിക്കുക, അത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് വിശദീകരിക്കാൻ പറ്റില്ല. അത് നമുക്ക് തന്നെ തോന്നുന്നുള്ളതാണ്. ഇതൊരു അത്ഭുതം. നാട്ടിൽ തന്നെ ഒരു കൈ ഒരു പ്രത്യേക, അത് എന്തൊരു ഇതായിരുന്നു നോക്കാൻ. ആ കൈ ഇങ്ങനെ എടുത്തിങ്ങനെ അവർ നർത്തകത ചെയ്യുമ്പോൾ അതൊരു കൈയിൻ്റെ അനക്കം അതീച്ച തെല്ലുമ്പോഴും അത് തമ്മിലുള്ള വ്യത്യാസമല്ലേ. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഡിഫറൻസസ്. ഇപ്പോൾ ഗോൾഫ് കളിക്കാനൊരിക്കും കൈ നോക്കുക. നമ്മുടെ കൈയാണ് ഏറ്റവും അധികം കഥകൾ പറയുന്നത്. കാരണം നമ്മളെല്ലാം കൈകളുണ്ടോ, ആഹാരം കഴിക്കണമെങ്കിലും യുദ്ധം ചെയ്യണമെങ്കിലും എല്ലാവിടെയും. പക്ഷെ ആ ഓരോന്നിൽ പിന്നെ ബില്ലിയാർഡ്സിൽ ഇങ്ങനെ വെച്ച് ഇത് ചെയ്യുന്ന ഇവരിത്, അല്ലെങ്കിൽ പിന്നെ ഗോൾഫിൽ ഇങ്ങനെ ചുവട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ അവരെങ്ങനെ കാണുന്നു, ഉന്നം, രേഖകൾ, ലക്ഷ്യം, ഇതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒന്ന് തന്നെയാണ്, ഒരു പോയിൻ്റാണ്. ഒരു ഗോളിൽ ഇതിൻ്റെ അടിച്ചാലിന് പോയിന്റ് കിട്ടുന്നത്. ഗോൾ വലയത്തിലൂടെ ഒരു പന്ത് പോകണം. ഗോൾഫിൽ ഇതിന് ഒരു കുഴിയുടെ ഉള്ളിലേക്ക് തള്ളിയിടണം. പിന്നെ ശരമാണെങ്കിൽ അത് നടുവിൽ, വൃത്തത്തിൻ്റെ നടുവിൽ ഏറ്റവും നടുവിൽ ബിന്ദുരിക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇത് ചെയ്യണം. ഇതൊക്കെ ഡാൻസുകളാണ്. ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് നൃത്തം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഈ ചലനങ്ങളെ മാത്രമായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു സംഭവം സാധ്യമല്ലേ? സാധ്യമാണ് നൃത്തം. ഇത് ഇങ്ങനെ ചിന്തിക്കേണ്ട രീതി തന്നെ മാറ്റണമെന്നുള്ളതാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഗ്ലാസ് എടുക്കുന്നു, വെള്ളം കുടിക്കുന്നു. അത് വെള്ളം എത്ര സിമ്പിളായിട്ട് ഇത് പിന്നെ കുടിവെള്ളം കിട്ടാത്ത ഏരിയയിൽപ്പെട്ടാലേ അതിൻ്റെ വില നമുക്കറിയില്ല. ഈ ഗ്ലാസ് 5 ലക്ഷം വാങ്ങിക്കുന്നു വേണ്ടി വരും നമുക്ക്. ഇത്രയും ഗ്ലാസ് വേറെ സിറ്റുവേഷനിൽ അവസാനത്തെ വെള്ളം കൂടി കഴിക്കാൻ 5 ലക്ഷം, എത്ര സേതമാണ്. ഇത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പം നമുക്കറിയണം എവിടെ എന്ത് കിട്ടും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് ഇമ്പോർട്ടൻ്റ്. ഒരു മരുഭൂമിയിൽ വെച്ച് ഇത് കുടിക്കുന്നതും ഇവിടെ വെച്ച് ഇത് കുടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു ഔപചാരികമായ ഇവരുണ്ട് വെള്ളം കുടിക്കുന്ന അവിടെയാണ് വരുന്നത്. എനിക്ക് കുറച്ച് പാടുണ്ടാവും. കാരണം അതിൻ്റെ ആകെ എത്ര വെള്ളം ഉണ്ടാവും. ഇതിന് നമ്മുടെ ആവശ്യങ്ങൾ എന്ത്, നമ്മുടെ ഉള്ളിലാണ്, നമ്മളാരാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വായിക്കുന്നു. ഒരു സംഗീതത്തിന് ചെവി കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കേൾക്കുന്നത്. എല്ലാ കളികളും അങ്ങനെ. ഇപ്പം നമ്മളാണ് ഇതെല്ലാം. അതിൻ്റെ അർത്ഥം അൾട്ടിമേറ്റ്ലി റീഡർ തന്നെയാണ്. പക്ഷെ റീഡറുടെ അഭിപ്രായം അതല്ല. അദ്ദേഹത്തെ വായിക്കുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ വായിക്കുന്നത് നിങ്ങളുടെ ഉപരിയായിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഒരേ പുസ്തകം തന്നെ ഏകദേശം ഒരേ ബുദ്ധിപരമായും പിന്നെ സംവേദനപരമായും അനുസരിച്ചൊക്കെ വ്യത്യസ്തരായ ആൾക്കാർ തന്നെ വ്യത്യസ്ത ആൾക്കാരെയല്ലേ വായിക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും പ്രശസ്തരായ കുറച്ച് എഴുത്തുകാരോട് ചോദിച്ചു നോക്കി ഇഷ്ടമുള്ള അവർക്ക് വ്യത്യാസമില്ല. അവർ തുല്യ നിലയിൽ എഴുതുന്ന നല്ല ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ എഴുത്തിലുള്ള വ്യത്യാസം ചിലർക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തർ എനിക്കിഷ്ടമാണ്. ഓക്കെ, ഇതൊക്കെ ജഡ്ജ് മാർക്കിടല്ലേ. ഇതിനർത്ഥം നിരൂപണം മാർക്കിടേണ്ട പണി ആരും ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ ഇതിൽ സാഹിത്യത്തിൽ എഴുത നിയമം അനുസരിച്ചിട്ടും പിന്നെ എങ്ങനെ പറയുന്നൊക്കെയില്ല. വക്രോക്തി കാവ്യജീവിതം എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നോക്കണേ. ഇപ്പം സംസ്കൃതത്തിൽ തന്നെ സംസ്കൃതത്തിൽ എത്ര വിധത്തിൽ എഴുത്തിനെ പറ്റി ഇത് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ വക്രോക്തി കാവ്യജീവിതം. അതായത് വക്രമേ ഉള്ളൂ. പ്രകൃതിയിൽ വക്രമേ ഉള്ളൂ. നേർരേഖ മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഭൂമിയിൽ ഒരിടത്ത് നേർരേഖയില്ല. അതെല്ലാം വളവാണ്. അതെല്ലാം വൃത്തത്തിനോടും ഒരു ഇതിനോടും അടുക്കുന്ന ഒരിതാണ് കാണുന്നത്. വള്ളികൾ പടർന്നു പോകണു, ഇലകൾ പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇവിടെ ഒരു നേർരേഖ കാണിച്ച ഒരു പ്രകൃതിയിൽ. നേർരേഖ എന്നുള്ള നമ്മുടെ സങ്കല്പമാണ്. അത് യൂക്ലിഡ് അതിനൊരു പ്രത്യേക ഡെഫിനേഷൻ കൊടുത്ത് ജാമിതീയമായിട്ട് അതിനെ ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് വീടിലെ നേർരേഖ. കാരണം വളഞ്ഞിലുള്ള ഘട്ടം കുറച്ച് കഷ്ടമുണ്ട്, പണച്ചെലവുണ്ട്, അതിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നേർരേഖ ആകണ്ടോ. എല്ലാം സ്ട്രൈറ്റ് ലൈൻ. ടേബിൾ എടുത്തു വൃത്താകൃതിയുള്ള ഇത് തന്നെ കുറച്ചുകൂടി കൺസെപ്റ്റ് വരും. ചുറ്റിരിക്കുമ്പോൾ കുറച്ചുകൂടി ലാഭം കിട്ടും സ്ഥലം. സോ റൗണ്ട് ടേബിൾ ഈസ് ബെറ്റർ ആക്ച്വലി. ഇതൊക്കെ ഈ പ്രായോഗികമായ കാര്യങ്ങൾ, മനസ്സിലെ വിചാരങ്ങൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നുള്ളൊരു ഭയങ്കര അങ്ങനെ വരുമ്പോഴേ സാഹിത്യം ഒരു വലിയ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു ചുക്കുമല്ല. ആക്ച്വലി സാഹിത്യം ഇല്ലാതെ ലോകത്തിന് പോകാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ സാഹിത്യം കംപ്ലീറ്റ് ബാൻ ചെയ്താലും ആൾക്കാർ നിരാശരാകും. പക്ഷെ അതുകൊണ്ട് ആളുകളുടെ മരണത്തുകയോ ഇത് വർദ്ധിക്കുകയോ മരണനിരക്ക് വർദ്ധിക്കുകയോ പട്ടിണി വർദ്ധിക്കുകയോ ഒരു നഷ്ടവും ഈ ലോകത്തിന് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പുസ്തകം വിൽക്കണവന് നഷ്ടപ്പെടും. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ആഹാരമല്ലേ, അത് പറ്റില്ല നമുക്ക്. അതില്ലെങ്കിൽ പെടുന്നു. അതുമാതിരിയല്ല പുസ്തകം. ഇതാണ് സത്യം. ഇതൊക്കെ ഈ വേർതിരിച്ച് കാണാൻ പറ്റാണ്. എല്ലാത്തിനും കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒരു കോണ്ടെക്സ്റ്റാണ് ഒരു കാര്യത്തിന് ശരിയോ തെറ്റോ ആക്കുന്നത്. ഞാൻ ഒരാളെ അടിച്ചു, തെറ്റാണ്. പെട്ടെന്ന് നിയമദർശിയാൽ തെറ്റാണ്. പക്ഷെ അയാൾക്കൊരു ഭാവമുണ്ട്. ഏത് കാരണവശാലാണ് അവനൊരു നമ്മളെക്കാൾ ഏതെങ്കിലും വിധത്തിൽ താഴെയുള്ള ഒരാളാണ്, ജാതിയിലോ അങ്ങനെ, അത് ഭയങ്കര കുറ്റമായി മാറി. ഒരു വഴിയല്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കണമെന്നൊരാളെ ഞാൻ അടിച്ചെന്നൊരു പെൺകുട്ടി പറയുന്നു. അത് ന്യായമുണ്ട്. ഇത് ചെയ്തത് വളരെ ന്യായമുണ്ട്. അയാളാണ് പ്രതി, വാദിയാണ്. ഇതിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. ഈ വ്യത്യാസങ്ങൾ ഇതിക്കണം. പിന്നെ പ്രകൃതി വൈവിധ്യമാണ്. എത്ര വൈവിധ്യമായിട്ടുള്ള ആൾക്കാർ. ഈ വൈവിധ്യത്തിന് വേണ്ടി ആണ് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഈ വിദഗ്ധന്മാരൊക്കെ
അതില്ലാതിരിക്കണം, എല്ലാം ഒരുമാതിരി ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വൈവിധ്യമില്ല. ഈ ഭൂമിയിൽ മുഴുവൻ മനുഷ്യന്മാരാണെങ്കിൽ ഞാനൊന്നും ആത്മഹത്യ ചെയ്തല്ലോ. അത് ഗംഭീര. അതിന് ഉറമ്പുകൾ അത് അവരൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തീർച്ചയായിട്ടും മറ്റു ജീവികളോടുള്ള ആദരവ് ഒരിക്കലും മനുഷ്യനോടില്ല. ഇത് വളരെ നികൃഷ്ടമാണ്. ഞാൻ തിരിച്ചു പറയും, മനുഷ്യനാണ് ക്ഷുദ്രജീവി. മറ്റു ജീവികളൊക്കെ നല്ല ഭംഗിയും കൗതുകവും ഒരുപാട് അത്ഭുതങ്ങളുള്ള സാധനമാണ്. നമ്മളാണ് ഏറ്റവും നികൃഷ്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യാത്ത തികച്ചും മാനുഷികമായ കാര്യങ്ങളെ മൃഗീയം നമ്മൾ വിശേഷിപ്പിക്കും. മൃഗീയമായ കൂട്ടബലാത്സംഗം ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരുമല്ലടി അങ്ങനെ പതിവില്ല സാറേ, എവിടുത്തെ മൃഗീയതയാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാനയോ ആന തൊട്ട് ഉറുമ്പ് വരെ ഒരു സാധനം അങ്ങനെ ചെയ്യാറില്ല. അപ്പം നിങ്ങൾ മാനുഷികമായ ഏറ്റവും മാനുഷികമായ കൂട്ടബലാത്സംഗം എന്നാണ് എഴുതേണ്ടത്. കാരണം അത് മനുഷ്യന് മാത്രം യുദ്ധം അതെന്ന് പറയുന്നത്. കൂട്ടക്കൊല അറിഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധങ്ങളെ പറ്റി പല യുദ്ധങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആംസ് ഡീലേഴ്സാണ് നിശ്ചയിക്കുന്നത്. ആംസ് ഡീലേഴ്സാണ് എവിടെ ആര് തമ്മിൽ യുദ്ധത്തിന് സ്കോപ്പുണ്ട്. രാവിലെ ആലോചിക്കുകയാണ്, റഷ്യയും ഇപ്പം റഷ്യ ജോർജിയ അറ്റാക്ക് ചെയ്ത ഒരു ഇതായിരിക്കും അല്ലേ? ഓക്കെ, അറിയിക്കുന്നു രണ്ട് നാട്ടുകാർ നമ്മൾ രണ്ടുപേരും പൊരുതുന്നു. നമ്മൾ രണ്ടുപേരും ആയുധം കിട്ടുന്നു ഒരേ സ്ഥലം, ഒരേ കമ്പനി നമ്മൾ രണ്ടുപേർക്കും വിൽക്കുന്നു. ഇത് പിന്നെ നിക്കോളസ് കേജ് ആക്ട് ചെയ്ത ഒരു ഹോളിവുഡ് ഫിലിമിൽ വന്നിട്ടുണ്ട്. നിക്കോളസ് കേജ് ആംസ് ഡീലറാണ്. അപ്പോൾ പുള്ളി ലാസ്റ്റ് പറയണം, ഈ ലാസ്റ്റിൽ ഭൂമിയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് വിൽ ബി എൻ ആംസ് ഡീലർ. ഏറ്റവും അവസാനിക്കുന്ന ആംസ് ഡീലേഴ്സ് ആയിരിക്കും. അവർ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കുള്ളൂ. എത്ര സത്യമാണ് ഇന്നത്തെ യുദ്ധങ്ങൾ. ഇപ്പം നോക്കൂ, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ ഇതേ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു വരയാണ് ആധാരം. ഇവിടെ ഒരു വര, അതിനെ അതിരേ പറയും, അതിർത്തി. അങ്ങനെ പ്രപഞ്ചത്തെ അതിർത്തികളൊന്നുമില്ല ഇവിടെ. പിന്നെ ഈ ഓരോ രാജ്യങ്ങളും തന്നെ സ്വകാര്യ സ്വത്തുകളാണ്. ഇതൊന്നും ആലോചിക്കണില്ല. നമ്മുടെ മഹാനായ എങ്കിൽസ് അവരൊക്കെ ബഹുമാനമുള്ള ആളാണ്. കുടുംബം എന്തിനോ ദ ഒറിജിൻ ഓഫ് ഫാമിലി അങ്ങനെ. അപ്പൊ ഈ സ്റ്റേറ്റ് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സ്റ്റേറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോഴത്തെ ഇതല്ല. അതുകൊണ്ട് പാകിസ്ഥാനികൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അമേരിക്ക വിസ വേണം. എന്തുകൊണ്ട്? നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൊടുക്കുക അവകാശമുള്ള ഒരു സ്വകാര്യ സ്വത്താണ് രാജ്യം. അത് ഭൂമിയിൽ നമുക്കൊന്ന് എഴുതി വെച്ചാൽ അതൊക്കെ പണ്ട് മൃഗങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലമായിരുന്നു. നിങ്ങൾ അതിനെയൊക്കെ മാറ്റി നിങ്ങളുടേതാക്കി. ഫസ്റ്റിൽ ആലോചിച്ച് നോക്കൂ, എത്രയോ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന ഈ ഉപരിതലത്തിലാണ് ഇവിടെ അടിത്താഴം നടന്നിട്ടുണ്ട്. എത്ര ജീവികളെ നമ്മൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ രാജ്യം എന്താ? നമ്മുടെ രാജ്യം ഒരു വരയാണത്. എവിടെ ഒരു വരയുണ്ട്, അത് അപ്പുറത്ത് പോയാൽ അവരും ആക്രമിക്കും, ഇപ്പുറത്ത് പോയാൽ ആക്രമിക്കും. ഇതിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ടെറിട്ടറി ഇതൊക്കെ പറയുന്നത്. അതുമാതിരി തന്നെ എഴുത്തിൻ്റെ ടെറിട്ടറി. കഥയാണോ കവിതയാണോ എനിക്കങ്ങനെയൊന്നും അറിയില്ല. ഐ ബിലീവ് ഇൻ അബ്സല്യൂട്ട് റൈറ്റിംഗ്. അബ്സല്യൂട്ട് റൈറ്റിംഗ്. വിഭജന കവിതയാവാം, കഥയാവാം, എന്തോ വേണമെങ്കിലും. പിന്നെ ഇവര് നടപ്പ് നോക്കി വർഗീകരിക്കണമല്ലോ എന്ന് പറയുന്നു. ഒരു കഥ ഞാൻ അയക്കുന്നുണ്ട്, സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്നു സുഭാഷ്. അപ്പം ചിലപ്പോൾ അത് കഥ കവിത ഒന്നും എനിക്കൊന്നും വ്യത്യാസം അറിയില്ല. അങ്ങനെയൊരു പിന്നെ ഇതൊക്കെ നമ്മൾ വിഭജനം ആവശ്യമില്ല, ഒരർത്ഥത്തിൽ ആവശ്യമാണ്. ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ വികാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നോക്കിയ സ്പെഷ്യലൈസേഷൻ അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം അവിടെ ഇതേപോലത്തെയും കാലാവസ്ഥ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഈ വെള്ളം എങ്ങനെ ഇത് ചെയ്യുന്നു, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ പോകണം. ഇതൊക്കെ പൊളിറ്റിക്സാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ സാഹിത്യം പറയുന്നത്. പക്ഷെ ഈ വ്യത്യാസങ്ങളുടെ സാധനം നമ്മൾ ആദ്യം അംഗീകരിക്കണം. ബീയിങ് ഡിഫറൻറ്റ്. അപ്പോൾ കൂട്ടത്തിലില്ലെങ്കിൽ അത് അദ്ദേഹം അയാളൊന്നുമല്ല എന്നുള്ള ഒരു പക്ഷെ അയാളെക്കാൾ
ആകാംക്ഷ ഉള്ളതുകൊണ്ടാണ് അയാൾ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായാലും അയാൾ മാറിയിട്ടുണ്ടാവുക. അതിൽ വ്യത്യാസമുണ്ടായിരിക്കും.